ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡർ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഫ്രൂട്ട് സലാഡ്, ഡ്രിങ്ക്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതനുസരിച്ച് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ പഞ്ചസാരയിൽ തരികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് ആദ്യം തന്നെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തത് അതിൻ്റെ പകുതിയാണ് ചേർക്കേണ്ടത്. അതായത് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് പാൽപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കസ്റ്റർഡ് പൗഡർ എന്ന് പറയുമ്പോൾ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. ഇപ്പോൾ കോൺഫ്ലോറും നമ്മൾ 1/4 കപ്പ് തന്നെയാണ് ചേർക്കുന്നത്, പഞ്ചസാരയുടെ പകുതി തന്നെയാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മഞ്ഞ കളർ വരും, അതുകൊണ്ട് മാത്രം വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. ഞാനിപ്പോൾ വാനില ഫ്ലേവറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കസ്റ്റർഡ് പൗഡർ. ഇതിപ്പോൾ നല്ല വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ്. ഇത് നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ആദ്യം തന്നെ പൊടിക്കുന്നത്. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത്. നല്ല സ്മൂത്തായിട്ടുള്ള പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന് ആ ഒരു കളറൊന്നും അങ്ങനെ കാണില്ല, വൈറ്റ് കളർ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ പാലിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മഞ്ഞ കളർ വരും, നമ്മൾ ഫുഡ് കളർ ചേർത്തുകൊണ്ട്. ഇനിയിപ്പോൾ കളർ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതൊരു ബൗളിലിട്ടിട്ട് നോക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ആ ഒരു മഞ്ഞ കളറിൽ കിട്ടും നമുക്ക്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിലുള്ള കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാനില ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി ഫ്ലേവറോ വേറെ ഏതെങ്കിലും എസൻസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറിലായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് വെച്ചുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.